ഹായ് സുഹൃത്തുക്കളെ, ജനുവരി 9-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സാണ് നോക്കുന്നത്. ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സ് മീറ്റിൽ കിരീടം നേടിയത് കേരളമാണ്. വേദി റാഞ്ചിയായിരുന്നു ജാർഖണ്ഡിലെ. 2ാം സ്ഥാനം നേടിയത് മഹാരാഷ്ട്രയാണ്. ISROയുടെ പുതിയ ചെയർമാനായ ഡോക്ടർ വി നാരായണൻ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ക്രയോമാൻ എന്നാണ്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഡീപ്പ് ഫേക്ക് വീഡിയോകളും ഓഡിയോകളും കണ്ടെത്തുന്ന ഡീപ്പ് ഫേക്ക് ഡിറ്റക്ടർ പുറത്തിറക്കിയ സൈബർ സെക്യൂരിറ്റി കമ്പനി ഏതാണ്? മാക്അഫിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ മെഡിക്കൽ ഉപകരണമെന്ന അവകാശവാദവുമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പൾസ് ഡയഗ്നോസ്റ്റിക് ഉപകരണം നാഡി തരംഗിണിയാണ്. സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് ഇതിന്. 17ാമത് ബഷീർ പുരസ്കാരം നേടിയ കവി PN ഗോപികൃഷ്ണനാണ്. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം നേടിയത്. 2025 ജനുവരിയിൽ H5N1 പക്ഷിപ്പനി ബാധിച്ച് മനുഷ്യമരണം റിപ്പോർട്ട് ചെയ്തത് ലൂസിയാന, അമേരിക്കയിലാണ്. 2025 റിപ്പബ്ലിക് ദിന ആഘോഷത്തിന് മുഖ്യാതിഥി പ്രബവോ സുബിയാന്റോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റാണ്. തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേറ്റത് ഡോക്ടർ B അശോകാണ്. 2025 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യയിലെ പ്രശസ്ത എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായിരുന്ന വ്യക്തി പ്രതീഷ് നന്ദിയാണ്. ഇന്ത്യയിലെ ആദ്യ മൃഗാവകാശ സംഘടനയായ പീപ്പിൾ ഫോർ എനി എന്ന സംഘടന മേനകാ ഗാന്ധിയോടൊപ്പം സ്ഥാപിച്ചത് അദ്ദേഹമാണ്. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ സ്മാരകം നിർമ്മിക്കപ്പെടുന്നത് രാജ്ഘട്ട്, ന്യൂഡൽഹി. ഇന്ത്യയിൽ ആദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന സംസ്ഥാനം കേരളം. 2025 ജനുവരിയിൽ അന്തരിച്ച മലയാളത്തിൻ്റെ ഭാവഗായകൻ P ജയചന്ദ്രൻ. 38ാമത് നാഷണൽ ഗെയിംസ് മത്സര ഇനങ്ങളുടെ പട്ടികയിൽ നിന്നും പുറത്താക്കിയ ഇനങ്ങൾ: കളരിപ്പയറ്റ്, റാഫ്റ്റിംഗ്. പ്രവാസി ദിവസം ജനുവരി 9. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 1915 ജനുവരി 9 ഇന്ത്യയിലേക്ക് മടങ്ങിയതിൻ്റെ അനുസ്മരണയായിട്ടാണ് ജനുവരി 9 പ്രവാസി ദിവസമായി തിരഞ്ഞെടുത്തത്. 2003 മുതലാണ് പ്രവാസി ദിവസം ആചരിക്കാൻ തുടങ്ങിയത്. ഇന്ത്യക്കാർ കൂടുതലുള്ള രാജ്യങ്ങൾ: ആദ്യം US, രണ്ടാമത് UAE ആണ്, മൂന്നാമത് മലേഷ്യയാണ്. 2025 കരസേന ദിന പരേഡിൻ്റെ വേദി പൂനെയാണ്. 3ാം തവണയാണ് ഡൽഹിക്ക് പുറത്ത് ആർമി പരേഡിന് വേദിയാകുന്നത്. പൂനെ ആർമി ദിന പരേഡിൽ ആദ്യമായി വനിതാ അഗ്നിവീർ സംഘവും ഉണ്ടാവും. 2025 ജനുവരിയിൽ കാട്ടുതീ കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം കാലിഫോർണിയയാണ്. വാഷിംഗ്ടൺ പോസ്റ്റ് തിരഞ്ഞെടുത്ത 2023 10 മികച്ച പുസ്തകങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ദി കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവലിൻ്റെ രചയിതാവാരാണ്? മലയാളിയായ എബ്രഹാം വർഗീസാണ്. 2025 ആഗോള ജാവലിൻ മത്സരത്തിന് വേദിയാകുന്നത് ഇന്ത്യയാണ്.